മുറാദുൽ മുസ്തഖീൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിന്റെ അവസാന വിഭാഗക്കാരെയും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. മൂന്നാമത്തെ വിഭാഗക്കാർ ഹബീബായ മുത്തുനബി പറഞ്ഞു, വഖവാനി മുതസാരിമാ, പരസ്പര സൗഹാർദ്ദത്തോടുകൂടി നടന്ന, ഫ്രണ്ട്ഷിപ്പോടുകൂടി നടന്ന, അവന്റെ സർവമാന കാര്യങ്ങളിലും അവന്റെ ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ട്, അവന്റെ കൂട്ടുകാരൻ ഉണ്ടായിട്ടുണ്ട്. കൂട്ടുകാരൻ പരിശുദ്ധ ശരീഅത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടുള്ള സൗഹൃദ ബന്ധമാണെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് ബന്ധമാണെങ്കിൽ അത് അർശിന്റെ നിഴലിലേക്ക് വരെ എത്തിക്കുമെന്ന് ഹബീബ് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഫ്രണ്ട്ഷിപ്പിൽ വല്ല വിള്ളലും സംഭവിച്ചാൽ അപ്പൊ അപകടമാണ്, അപകടമാണ്. അവിടെയും മുത്തുനബിയുടെ റോൾ മോഡൽ നമുക്ക് സ്വീകരിക്കാറുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോ സുഹൃത്തിനെ വല്ലാതെ നീ സ്നേഹിക്കണ്ട, എന്നാൽ നിന്റെ സുഹൃത്തിനെ വല്ലാതെ നീ എന്തെങ്കിലും പെശക് സംഭവിക്കുമ്പോ നീ ദേഷ്യപ്പെടുകയും വേണ്ട വേണ്ട എന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അനുധാവനം ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നിസ്കാരം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഒരു ചാൺ പോലും തലക്ക് മുകളിൽ നിന്ന് ഉയരുകയില്ല എന്ന് പറയപ്പെട്ട മൂന്നാമത്തെ വിഭാഗം വഖവാനി മുതസാരിമാ, പരസ്പരമായി പിണങ്ങി നിൽക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളാണെന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ലേലം വിളിയിലേക്ക് കടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് ജീവിതത്തിൽ അതൊക്കെ പകർത്തി ജീവിതം ധന്യമാക്കി അള്ളാഹും അവന്റെ ഹബീബും പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ലേലത്തിന്റെ തുടക്കം ഒരു